ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. വീണ്ടും നമ്മളൊരു ട്രഡീഷണൽ നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മുതിര വെച്ചിട്ടാണ് കറിയാക്കുന്നത് കേട്ടോ. അപ്പം ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇത് പൊടികളായിട്ട് നമ്മൾ ജസ്റ്റ് മഞ്ഞളും മുളക് പൊടിയും മാത്രമേ എടുക്കുള്ളൂ. കശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ തേങ്ങ ചിരവിയത്, അതുപോലെ താളിപ്പിനുള്ള കടുക്, വറ്റൽമുളക്, കുറച്ച് ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് താളിപ്പിന്, പിന്നെ കറിവേപ്പില. അപ്പോൾ ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ചിട്ട് ഞാനതിലൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം. മുതിര നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഓക്കെ, ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി വറുത്തിട്ട് നമ്മളിതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ മുതിര പരിപ്പായിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കറിയാക്കേണ്ടത്. വാങ്ങാൻ തന്നെ കിട്ടും ചിലപ്പോൾ നമുക്കിങ്ങനെ, പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഒത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. വറുത്തെടുത്താൽ എപ്പോഴും നന്നായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തരിതരിയായിട്ട് നമുക്ക് മുതിരേൻ്റെ പരിപ്പ് കിട്ടും. ഇത് നമ്മളൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. 3-4 പ്രാവശ്യം വാഷ് ചെയ്യണം. നമ്മളിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇതിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഊരി വരും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഫിൽട്ടർ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇത് മുങ്ങി നിൽക്കുക നമ്മൾ വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2-3/4 ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡറാണ്, അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2-3 വിസിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രഡീഷണൽ കറികളൊക്കെ ആക്കുമ്പോൾ അതിൻ്റേതായ ഒരു സ്വാദും അല്ലേ, അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഒന്നിച്ച് ചക്കക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടുകയാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇപ്പം ഞാൻ പാരലായിട്ട് മിക്സിയുടെ ജാറിൽ നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങ ഒരു ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരയ്ക്കുകയാണ്. ഞാനൊരു 2 കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തരിതരയായിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഓക്കെ, ഇതേ സമയത്ത് നമുക്ക് താളിപ്പിനുള്ള ഈ ചെറിയുള്ളി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇതുപോലത്തെ വളരെ ഹെൽത്തിയായ സാധനങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് ആഴ്ചയ്ക്ക് 1-2 പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ മുതിര നന്നായി വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഉപ്പൊക്കെ പാകാന്നൊക്കെ നോക്കിയിട്ട് നമ്മളൊന്നും കൂടി അതൊന്ന് കുക്കാക്കണം. കാരണം നമ്മുടെ അരപ്പൊന്ന് കുക്കാവണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളതൊന്ന് നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ മുതിരയ്ക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഒത്തിരി നല്ലതാണ് അത് ലോവർ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇത് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇടയ്ക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ താളിപ്പ് റെഡിയാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി കറി റെഡിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ഇച്ചിരി നെയ്യ് കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ ചോറിൻ്റെ ഒന്നിച്ച് ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.